പാലമ്പുരേന് ഒരു വർഷം ഇവിടുന്ന് ഈ മലയിൽ നിന്ന് ഒരു നിധി കിട്ടിയെന്നും ആ നിധി മത്തങ്ങ തുറന്ന് അതിനകത്താക്കി അത് കൊണ്ടുവന്ന് ആപത്തുകളുണ്ടെങ്കിൽ അതും മാറ്റിത്തരും. നമ്മുടെ സാധനം എന്തു കാണാതെ പോയാലും അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി. ആ സാറിൻ്റെ വീട്ടിൽ മോഷണം പോയി. അപ്പൂപ്പനോട് കാര്യം പറഞ്ഞു, ആഭരണമാണ് കൊണ്ടുപോയി 30 അല്ലേ. മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവിടെ വഴിപാടാണ്. എല്ലാ സാധനവും ചുട്ട മീനും പച്ച മീനും എല്ലാം കൊണ്ടുവെക്കും. ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ചുള്ള പുരാണമായിട്ട് പറയുന്നത് ഇവിടെ ഒരു ചിറ്റടത്ത് തറവാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിറ്റടത്ത് തറവാട്ടിലെ ഒരു കൃഷിക്കാരനായിരുന്നു ഈ പാലമ്പുലയൻ. പണ്ട് കാലത്ത് ഇവിടെ 10-100 ഏക്കറിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളെല്ലാം മേൽനോട്ടം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ പാലമ്പുലയൻ. പാലമ്പുലയന് ഒരു വർഷം ഇവിടുന്ന് ഈ മലയിൽ നിന്ന് ഒരു നിധി കിട്ടിയെന്നും ആ നിധി മത്തങ്ങ തുറന്ന് അതിനകത്താക്കി അത് കൊണ്ടുവന്ന് തമ്പുരാനെ ഏൽപ്പിച്ചെന്നാണ് പറയുന്നത്. അതും അന്ന് ഈ തീണ്ടലും തൊടിയിലൊക്കെ ഉള്ള കാലമാണ്. അപ്പം ഇക്കരെ നിന്ന് വിളിക്കുകയും അക്കരെന്ന് ആൾ വള്ളത്തിൽ വന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തെന്നാണ് പറയുന്നത്. അത് അന്ന് അവിടെ എവിടെയോ കുഴിച്ചിട്ടിട്ടു എന്നുള്ളതൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു ഇതില്ല. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് കൃഷ്ണ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഇവിടെ വെച്ച് തന്നെ പാലമ്പുരയുമായിട്ടും കടുവയായിട്ടൊരു ഗുസ്തി ഉണ്ടായി. പാലമ്പുരനെ കടുവ കടിക്കുകയും കടുവയെ പാലം വെട്ടുകയും ചെയ്തു. അങ്ങനെ വെട്ടി രണ്ടുപേരും ഒരിടത്ത് മരിച്ചു കിടന്ന് കുറച്ച് കാലങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൽ പല അനർത്ഥങ്ങളുണ്ടായപ്പോൾ ദേവപ്രശ്നം വെച്ച് നോക്കിയോ പാലമ്പുരേനെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കുടുംബത്തിൽ നിന്നൊരു ഇരിപ്പിടം ഉണ്ടാക്കിക്കൊണ്ട് എന്ന് ഈ കുടുംബത്തിൻ്റെ ഒരു കാവലായിട്ട് ചിറ്റടത്ത് കുടുംബത്തിൻ്റെ ഒരു കാവലായിട്ട് കാണുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ചിറ്റടത്ത് കുടുംബത്തിനെല്ലാം ദേശക്കാരുടെ മൊത്തമാണ് എല്ലാ നാനാജാതി മതസ്ഥരുടെയും ഒരു എത്തിയിരിക്കുകയാണ് അപ്പൂപ്പനിപ്പം. ഇവിടുത്തെ വഴിപാടുകളെ ഇവിടെ സാധാരണ പൂജകളായിട്ടില്ല. രാവിലെ വൈകിട്ടും വിളക്ക് എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു ചടങ്ങ്. പിന്നെ നാട്ടുകാർ വന്ന് അവരവരുടെ സ്വന്തമായിട്ടുള്ള വഴിപാടുകൾ അവർ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു. അവർക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യുന്നു. മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവിടെ വഴിപാടാണ്. എന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ സാധനവും ഇറച്ചിയായാലും മീനായാലും എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. ചുട്ട മീനും പച്ച മീനും എല്ലാം കൊണ്ടുവെക്കും. അതായത് ചുട്ട ഐറ്റങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ വഴിപാടുകൾ. പിന്നെ ഇവിടുത്തെ വിശേഷാൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഡിസംബർ 18 എല്ലാ വർഷവും ഡിസംബർ 18 ഒരു പ്രതിഷ്ഠാദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അതേ നമുക്കറിയത്തുള്ളൂ കറക്റ്റായിട്ടുള്ള ഈ 2005 പ്രതിഷ്ഠിച്ച ഈ പുനഃപ്രതിഷ്ഠ. അത് രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ട. അതിന് മുമ്പത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതായിപ്പോയി ഇതിലായിരുന്നു, കുമ്പിളിലായിരുന്നു. അത് ചെതൽ പിടിച്ച് ഇപ്പോൾ തേക്കാൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് എല്ലാ ആൾക്കാർക്കും ഭയങ്കര വിശ്വാസമാണ്. എല്ലാ ആൾക്കാരും വരുന്നത്, എല്ലാ ജാതിക്കാരും വരുന്നുണ്ട്. കാര്യസാധ്യമുണ്ട്. കളഞ്ഞുപോയ സാധനങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും വരുന്നുണ്ട്. എല്ലാത്തിനും വരുന്നുണ്ട്. അപ്പൂപ്പനോട് എന്ത് വഴിപാട് പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തിരിക്കും. അന്നേരമല്ല, ഇതിനൊരു പരിധിയുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പോലാണ് ആൾക്കാർ ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് പോകുന്നത്. ആപത്തുകളുണ്ടെങ്കിൽ അത് മാറ്റിത്തരും. മോഷണങ്ങളാണേ അത് മാറ്റിത്തരും. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാലും തീരത്തില്ല അപ്പൂപ്പൻ്റെ കാര്യം. നമ്മുടെ സാധനം എന്തു കാണാതെ പോയാലും അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി. മതാപ്പാറ ഒരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ വീട്ടിൽ മോഷണം പോയി. അവിടുത്തെ വേലക്കാരൻ പറഞ്ഞു, പോലീസിലൊന്നും അറിയിപ്പിക്കേണ്ട, അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി. അപ്പൂപ്പനോട് കാര്യം പറഞ്ഞു. 6 മാസത്തിനകം ആളിനെ മോഷ്ടാവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു. ആഭരണമാണ് കൊണ്ടുപോയി 30 അല്ലേ. അങ്ങേര് ആ പറഞ്ഞ വഴിപാട് ഇവിടെ കൊടുക്കും. പാലമ്പുലയൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയിരൂർ കാഞ്ഞിറ്റര എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴഞ്ചേരിയിൽ നിന്നും ചെറുവൾപ്പുഴ വഴി ഈ സ്ഥലത്ത് എത്താവുന്നതാണ്. അല്ലെങ്കിൽ തടിയൂർ വന്നിട്ട് തടിയൂർ ഇവിടെ എത്താവുന്നതാണ്.